കൊണ്ടുവരാവടാ. ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. നോക്കട്ടടാ ഒന്ന്. ചക്കരേ ആരിക്കോട്ട് വന്നടാ ഇത്. ചത്തു പോകും തള്ള എങ്ങനെ കുടിച്ചു കഴിഞ്ഞാല്. അങ്ങാടി ചത്തുകോട്ടാ. നിനക്കൊരു പെണ്ണിനെ കിട്ടാമ്പല്ലേ? പെണ്ണ് കിട്ടണ്ടേ? ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടാണോ? നിന്റെ ഈ ബാറിലെ പണിക്ക് യാത് പെണ്ണാടാ നിക്കണത്. അതിനെന്താ കുഴപ്പം? നീ നേരം വെളുക്കുമ്പോ പോവും, അന്തിക്ക് വരും. നീ എനിക്കൊരു ക്വാർട്ടർ കൊണ്ടുവന്ന് തരും, ഞാനതടിക്കും. അങ്ങനെ ജീവിച്ചാ മതിയാ പോരെ? ആഹാ എടാ, ഞാൻ ചത്തു കഴിഞ്ഞാ നിനക്കുള്ള ഗ്ലാസ് വെള്ളം തരാനാ, നിനക്ക് സമയത്ത് ഭക്ഷണം തരാനാ ഒരു പെണ്ണ് വേണ? വേണം. അതിന് കിട്ടണ്ടേ? കിട്ടണ്ടേ കിട്ടണ്ടേ നീ എന്നോട് ചോദിച്ചോ. ഞാൻ എന്ത് ചെയ്യാൻ? ആരെങ്കിലും പിടിച്ചിട്ട് പാടയിങ്ങാട്. നിങ്ങൾ ഈ നശിച്ച സ്വഭാവം കാരണം തന്റെ നാട് വിട്ടു പോയത്. എന്റെ ദൈവമേ, നല്ല കാര്യം അയാൾ നാട് വിട്ടു പോയത്. പോയാലോ അയാൾ ഈ പെണ്ണ് കെട്ടാത്തവർത്തരല്ല തന്നെച്ചാലോ പോയത്. ഒന്ന് കഴിഞ്ഞാൽ സ്വൈരം പറഞ്ഞ തരൂല. ബാലേട്ടനുണ്ടല്ലോ. ബാലേട്ടാനോ? എന്താ പറയാ, ബാലേട്ടനെ വിടാൻ പ്ലാനില്ലേ? പെണ്ണൊന്നും കിട്ടുന്നില്ല പാവം. സുഹൃത്തുക്കളെ, എല്ലാരും ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. 10 അല്ല 15 മിനിറ്റ് വരും. പ്രേമേട്ടൻ പറ. പറഞ്ഞു കൊടുക്കുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രേമന്റെ കല്യാണം നടക്കാൻ പോകുന്നു. അന്റെ 250 പെണ്ണ് കാണല് ആഘോഷിക്കാൻ നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇഞ്ഞാ കളിക്കണ്ടേ? മായിലും ചൊക്കയിലും ഒന്നും പ്രേമന് പെണ്ണുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇതങ്ങനെയൊന്നുമല്ല, പ്രേമന് വേണ്ടി മാത്രം ജനിച്ച പെണ്ണായി. ജാതകാണെങ്കിൽ സൂപ്പർ, ചെറിയ പ്രായവും സൗന്ദര്യം എന്ന് പറഞ്ഞ അപ്സരസ്. അതിലെന്തോ പണിയുണ്ടല്ലോ. ഏതാ പെണ്ണ്? ടിക്ടോക്കിലുണ്ടാ? അല്ല ഞാൻ കണ്ടുപിടിച്ചാ. അയ്യോ നിർത്തല നിന്റെ വളിച്ച തമാശ. അതിനിപ്പോ സ്കോപ്പില്ല. ബാലേട്ടൻ പറ. ഇത് നല്ല തങ്കം കാച്ചി പോലത്തെ പെണ്ണാണ്. പ്രേമന് വേണ്ടി ജനിച്ച കുട്ടിയാന്നാ എനിക്ക് തോന്നുന്നു. നിങ്ങൾ അമ്മായത്തെ വർത്താനം ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ 10-45 പെണ്ണാളിന് ഇയാൾ തന്നെയാന്ന് പറഞ്ഞു. അതാണ് ബാലേട്ടൻ. വയറ് കുറച്ചട്ടാ. നാളെ പെണ്ണ് കാണാൻ പോകുമ്പോ നിങ്ങളും കൂടി വേണമെന്നാ ഇവന്റെ ഒരു ആഗ്രഹം. എന്താ അറിയോ, നിങ്ങളെ കൂടുതൽ കാണാൻ രസമുള്ളൊരു മുഖം എൻ്റെതാണല്ലോ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു പഞ്ച് കിട്ടണേ, കാണാൻ രസമില്ലാത്ത നിങ്ങളെ മാറ്റ കുറച്ച് ആൾക്കാർ അതിന് വേണ്ടിയിട്ട്. വൈകുന്നേരത്തെ കുപ്പി നോക്കുകയാണെങ്കിൽ നമ്മൾ റെഡി. കുപ്പി 24 മണിക്കൂറും കുപ്പി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുലക്കുപ്പി വാങ്ങി തന്നെ. അത് ഇതും കൂടെ നോക്കാം. നടന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാനില്ല. അതിനല്ലേ ഒരു കുപ്പി ഞാൻ ഓഫർ ചെയ്ത്. എന്തായാലും സോമനടി ഒത്തു വന്ന സ്ഥിതിക്ക് പൊളിക്കോ പോയിക്കളെ. പെണ്ണ് എട്ടിയില്ലേ? ഓ ഇഞ്ഞായിരുന്നോ? ബാലേട്ട ഞാനാണ് ചെക്കെന്ന് പറയും. കുടുങ്ങിയോ? എടാ സിറ്റുവേഷൻ മോശം. ഗ്ലാസ് ഊരിക്കാളും. ആണോ? എനിക്ക് നാണാവൂല. എന്നെ പോലെ വെള്ളടിച്ച് നടക്കുന്ന ആണുങ്ങളെയൊക്കെ ബുദ്ധിയുള്ള പെണ്ണുങ്ങളെ കിട്ടുക. ബാറിൽ പോകുമ്പോൾ അങ്ങ് പോന്നിന്. നമ്മുടെ ടീം തന്നെ പറ്റിയ കുറെ കുറഞ്ഞമാരെയും കൂട്ടിയിട്ടുണ്ട്. പെണ്ണ് കേട്ടാ നടക്കുന്നത്. കുട്ടിക്ക് ആള് മാറിപ്പോയതാ. ഇതാണ് ചെക്കൻ പ്രേമൻ. അങ്ങനെയൊന്നുമില്ല, കണ്ടാലും അതുകൂടെ ഞാനായിരിക്കുന്നുള്ളേ. ഓ ചെക്കനാവാൻ പറ്റിയ ലുക്ക് തന്നെ. ഞാൻ വിചാരിച്ച താനീ കൂടെ എന്റെ അച്ഛനാന്ന്. നമ്മളും ഇടയ്ക്ക് എങ്ങനെ വിളിക്കല്. കുട്ടി നല്ല പെർഫോമൻസ് ആണല്ലോ ബാലേട്ട. കുട്ടി വിചാരിക്കുമ്പോൾ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. ഈ ചിങ്ങം വന്നു കഴിഞ്ഞാൽ 30 ആവും, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിലോ 29. 29. അതെ. അതേടോ 10 വർഷം മുമ്പുള്ള ചിങ്ങത്തിലായിരിക്കും 30. അത് കറക്റ്റാണ്. ഇവരെല്ലാം ഒക്കെ പറഞ്ഞോണ്ടാ ഞാൻ ഇവരെയും കൂട്ടി വന്നത്. ഇതിപ്പോ ഒന്നുമില്ല ബാലേട്ട, ഈടെ പെണ്ണുങ്ങളെ വെക്കുന്നൊന്നുമില്ല. മര്യാദക്ക് എണീച്ചു പോവാൻ നോക്ക്. ഹിതേ, നീ വീട്ടിൽ വന്നവരെ. ഈ കുട്ടി പെർഫെക്റ്റ് ആട്ടോ. ഇതൊക്കെ എന്റെ പരിപാടിയാന്ന് എനക്കറിയാം. പോയട്ടെ. മാടോ പോ. ഒരു പെണ്ണു കാണല്. എന്താണ് ബാലേട്ടാ പെണ്ണില്ലേ ആ പെണ്ണട അതന്നെ.
എന്തേ എന്നോട് ക്ഷമിക്കണം. ഏ? ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ല. അത് അവൾ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് കാണണം എന്നുള്ള മോഹം കൊണ്ടാ. സോറി. കുട്ടി മേരടാ? അല്ല. നല്ലൊരു മനസ്സുണ്ട്, ഏ? നല്ലൊരു പുയ്യാപ്പിളിനെ കിട്ടും. ഏ, അല്ല അതേതാ പുയ്യാപ്പിള? കമ്മീഷൻ കിട്ടുന്ന കാര്യമായി ഉണ്ടാ? പുയ്യാപ്പിളങ്ങളെ വാപ്പ. ഇനി ഇങ്ങോട്ടില്ല മോളെ. നിങ്ങളെ ഞാൻ കൊല്ലും. നീ നല്ലോണം കുടിച്ചിട്ടുണ്ട് അല്ല? ഇങ്ങനെ ഒരു ചീത്ത സ്വഭാവം നിനക്കില്ലേ? ചീത്ത സ്വഭാവമല്ലേ അവന്? ആദ്യമായിട്ട് പെണ്ണാണം പോയെടുത്ത് ഇങ്ങനത്തെ അപ്പം മനസ്സാക്കിൻ്റെ അമ്മ ഓള് പറഞ്ഞു കേട്ടില്ല എനിക്ക് എൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടെന്ന്. ഓ വെള്ളക്ക് നാട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അയ്യോ, 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 അയ്യോ. പ്രേമ ഓള് പറഞ്ഞതിലും കാര്യമുണ്ട്. ചില സത്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എനിക്ക് വെറുതെ ചലിക്കരുത് പറഞ്ഞേ. നിനക്കായിട്ടൊരു കുട്ടി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടേ ഈ ബാലം കൊണ്ടുത്തരോടോ? എനിക്ക് കുട്ടി വേണ്ട, ഒരു കൂപ്പും വേണ്ട. അല്ല 5-6 കൊല്ലായിട്ട് ഇയാൾ എന്റെ ചെലവിലാ ജീവിക്കണേ. നല്ല പെണ്ണ് കുഴപ്പമില്ല. ഉള്ളിലേക്ക് ആ ഇങ്ങനെ പെണ്ണിനെ കല്യാണം കഴിക്കണം പണ്ടാരടങ്ങി പോട്ടെ. ഇനി പ്രാഗല്ല, ഇങ്ങനെ പ്രാകാൻ പാടില്ല. അത് എന്റെ ഉള്ളിലേക്ക് എങ്ങനെ മനു, നീ തന്നെ അവളെ കെട്ടണം, എന്നിട്ട് അവളെ അനുഭവിക്കണം. വിടറാ ബാലേട്ടാ. നമ്മളെ പ്രേമേട്ടന് പറ്റിയ ഏതെങ്കിലും പെണ്ണുണ്ടോ ഇനി നിങ്ങളെ കസ്റ്റഡിയിൽ? പിന്നെ ഇവനായിട്ട് ജനിച്ച കുട്ടികളാണ് ഈ ഉള്ളത്. ഞാൻ കഴിക്കില്ല, നിങ്ങൾ എന്താക്കും? ഓളെ വിട്ടേക്ക്. എന്നിട്ടൊരു പെണ്ണിനെ പ്രേമിച്ചിട്ട് ഞാൻ വളച്ചൊടിച്ച് കല്യാണം നടത്താം. അത് നല്ല ഐഡിയ ആണ്. അത് ഓക്കേ. 6 കൊല്ലങ്ങൾ നടക്കുന്ന നേരം കൂടെ പ്രേമിച്ചാ മതിയേനു. മതിയേനി. ഇയാളെ വർത്താനം കേട്ടിട്ട് എന്റെ ഈ ഏരിയയിൽ വന്നിട്ട് ഇനി കുറച്ച് പ്രേമിക്കണം. ഞാൻ പ്രേമിച്ച ശരിയാകും. ശരിയാവും. പ്രേമിക്കുന്നതിന്റെ മോശം എന്ന് പറയുന്നത് ഈ കുട്ടി ഉണ്ടോ? നല്ല കണ്ടാര 500 ലൈനുണ്ട്. ആണോ? എനക്കിഷ്ടായി. അല്ല ആ കുട്ടി എങ്ങനെ ഉണ്ടാവും? മുട്ടങ്ങി ഇതാ വരുന്ന കുട്ടി. നല്ല രസല്ലേ? ഇത് എണീക്ക്. നല്ല കുട്ടിയല്ലേ? നിങ്ങൾക്ക് ഓളെ പ്രേമിച്ചൂടെ? അതിന്റെ അത്ര ഹൈറ്റ് പോരാ. ഈ പിന്നെ പൃഥ്വിരാജിന്റെ ഐറ്റാണല്ലോ. ആ കുട്ടി പറ്റോ? ആ നീല ഗ്ലാമർ ലേശം കൂടുതലല്ലേ? അതിന്റെ മുതലാളി ആ പെൺകുട്ടിയോ? ആ പെൺകുട്ടിയല്ല അതിന്റെ ബാക്കിൽ വരുന്നേ. ഏത് ഈ കുട്ടിയോ? ഈ കുട്ടിയാണോ മുതലാളി? എന്താ പറയാ? നല്ല മുതലാളി. എന്താ പറയുക ഇവിടെ? ഇതൊക്കെ എന്റെ ചെങ്ങൈമാരാ. ഇവരോ? ഹായ്. താൻ ലീവ് എടുത്ത് കറങ്ങിടക്ക. അല്ല അത് ഇന്നത്തെ ശമ്പളമല്ലേ അത് കട്ടാണ്. മൂപ്പര് ഭയങ്കര കളിപ്പിലാണല്ലോ. മൂപ്പര സ്വഭാവം എങ്ങനെയാ, പക്ഷെ ഭയങ്കര സ്നേഹ. എന്നാ പിന്നെ നമുക്കൊന്ന് ആഘോഷിക്കല അതിന്റെ പേരില്. എന്നാ ഒരു കുപ്പി പൊട്ടിച്ചാലോ? അതന്നെ. ആ ഇന്നത്തെ ശമ്പളം നേരത്തെ എടുത്ത് നന്നായി. ഞാൻ എത്ര ഭാഗ്യവാനാണ്. ജൂനിയർ ത്രിവിൻ വരാൻ പോവല്ലേ. ഈ സമയം നീ സന്തോഷിക്കല്ലേ വേണ്ടേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓരോന്നും പറഞ്ഞെന്നെ മോഹിപ്പിച്ചിട്ട്. നീ ഇങ്ങനെ ചിണുങ്ങാൻ നിൽക്കല്ലേ. പിണറായി സഖാവ് പറയുന്ന കേട്ടിട്ടില്ലേ? LDF വരും, എല്ലാം ശരിയാവുമെന്ന്. അതേപോലെ നമ്മളെ മോനെന്ന് വരട്ടെ, എല്ലാം ശരിയാവും. പുതിയ വീടിന്റെ തറ ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന അന്ന് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ എല്ലാം ശരിയാവും പോലും. ഈ വീട്ടിൽ എന്താ ഉള്ളത്? ഈ കട്ടിലല്ലാതെ. കട്ടിലിനെ അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ഈ ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ കട്ടിലാണ്. പിന്നെ ഈ കട്ടിലിന്റെ ഗുണം നീ കുറെ കണ്ടതല്ലേ. നിങ്ങളുടെ ഈ വാക്ക് കേട്ടിട്ടെ എന്റെ അമ്മേനെ ഏട്ടനെ ഉപേക്ഷിച്ച് എനിക്കിത് കിട്ടണം. എന്തായിരുന്നു ഒലിപ്പിക്കൽ? നിനക്കിത് ഒലിപ്പിക്കലായിട്ട് തോന്നും. ആത്മാർത്ഥ സ്നേഹത്തിന് മണിമാളികയെന്നോ ചെറ്റക്കൂടലൊന്നും ഇല്ല. പ്രണയത്തിന്റെ എംബ്ലമായ രമണനെയും ചന്ദ്രികയും കുറിച്ച് നീ കേട്ടിട്ടില്ലേ? രാജകുമാരിയായിരുന്ന ചന്ദ്രികയുടെ പ്രണയം പോലും വെറും ആട്ടിടനായിരുന്ന രമണനോടായിരുന്നില്ലേ? അതായിരുന്നു ആത്മാർത്ഥ പ്രണയം. ഏട്ടാ കുറച്ച് കഞ്ഞെടുക്കട്ടെ. ആരോട് പറയാ? നീ ഒരു കാര്യം ചെയ്യ്, നീ എഴുന്നേറ്റ് നമുക്ക് പാർക്കിലേക്കൊന്ന് പോവാം. പുല്ല് തീർന്ന ഏട്ടാ എനിക്ക് സാറെടുക്കാൻ അറിയില്ല. രാത്രി 1 മണിക്ക് ഇറങ്ങി വന്നപ്പം ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതൊന്നും അറിയാണ്ടാണോ? ഇത്ര നാളായിട്ടൊരു സാരി ഉടുക്കാനും അറിയില്ല. കര എവിടെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഉടുക്കാൻ ഭയങ്കര പാടാ. ഇത് വലിച്ചൂറിന്റെ അത്ര എളുപ്പമല്ല ഉടുക്കാൻ. എനിക്കിതൊന്നും വേണ്ട. ഞാൻ എന്തിനാ സാരിക്ക് ഇത്ര നീളാ കണ്ടുപിടിച്ചത്? ഒരുങ്ങിയത് മതി, വാ. സമയം കുറേ വാ. വന്നു. എങ്ങനെയുണ്ട് എന്നെ കാണാൻ?
സോ സ്വീറ്റ്. വാ. കണ്ട 3 ബൈക്കുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളത് മാറി മാറി സവാരി ചെയ്യാൻ. ബൈക്കെങ്കിലും ഉണ്ടല്ലോ. ബൈക്ക് മാത്രമല്ല, നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ ബൈക്കിനൊക്കെ കൂടുതലൂടെ കുട്ടികൾ ഓടി നടക്കും. അല്ല, ഇപ്പോഴത്തെ പെട്രോൾ വില വെച്ച് നോക്കുമ്പോ ബൈക്ക് ഓടുന്നതിനൊക്കെ നല്ലത് കുട്ടികൾ ഓടുന്നതാ. ഇതിന്റെ ചാവിയല്ലേ ഇത്? പിടിച്ചിരുന്നോ? എനിക്ക് സ്പീഡ് അല്പം കൂടുതലാ. അതെനിക്കറിയാലോ. നമുക്ക് കാണാൻ ഓരോന്നൊക്കെ കൂടെയിലടിയില്ല. അയ്യ, ഏതാടാ എന്നൊക്കെ നിറമുള്ള നാറി. മനു ഇങ്ങോട്ട് നോക്കി, എന്റെ അളിയനും പെങ്ങളും. എനക്കൊരു വരും. നമുക്ക് പോകട്ടെ പ്ലീസ്. എവിടെ പോകാൻ? നമ്മൾ ഹാപ്പി ആയിട്ടാ ജീവിക്കുന്നേന്ന് നിന്റെ ചേട്ടനൊന്ന് കാണട്ടെടി. ദൂരെ കിഴക്കുതിച്ചേ ചെമ്പഴുക്ക ഇവന് എന്തൊക്കെ കോപ്രായങ്ങളാടാ കാണിക്കിന്. അവന്റെ ചള്ളക്കൊന്ന് കൊടുത്താലോ? അതൊന്നും വേണ്ട, മോന്തയ്ക്ക് കൊടുക്കാന്ന് അതിന്റെ സമയം ഉണ്ടാവുള്ളൂ. ചാണകക്കുഴി തോണ്ടിട്ട് ആരെങ്കിലും ജയിലിൽ പോകും. നീ ഒന്ന് എടുത്ത് വെച്ച് എന്റെ ബൈക്കിന്റെ കാണാൻ നന്നായി. മൈൻഡ് ചെയ്യാണ്ടിരുന്നാ മതി ചേറ്റ. ചാറ്റിക്കൊണ്ടിരിക്കാൻ വിളിച്ചോണ്ട് വാടാ.